നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. സെക്യൂരിറ്റി ജോബിന്റെ പേരിൽ വലിയൊരു സ്കാം നടക്കാൻ പോവുകയാണ്. അത് നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾക്കിടയിൽ. യു കെയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ഫേക്ക് ആണെന്ന്. പക്ഷേ യു കെയിലല്ലാത്ത കുറേ പാവപ്പെട്ട മലയാളികളുണ്ട് ഈ ചങ്ങാതിയെ വിശ്വസിച്ച് കാശ് കൊടുത്ത് വഞ്ചിതരാകാൻ പോകുന്ന കുറേ മലയാളികൾ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിലെന്തായാലും ഫേസ് ഞാൻ കാണിക്കുന്നുണ്ട്, കാരണം പുള്ളി തന്നെയാണ് ഫേസ് ഒക്കെ കാണിച്ച് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഫേസ് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇന്നത്തെ വേക്കൻസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് നിൽക്കുന്നുണ്ടോ? ഇന്നത്തെ വേക്കൻസി എന്ന് വെച്ചാൽ യു കെയിലോട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ഓക്കെ, സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് വേക്കൻസി ഉള്ളത്. സെക്യൂരിറ്റി ഗാർഡായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനും കുറെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി മിനിമം. ആദ്യം പറഞ്ഞ തട്ടിപ്പ് തന്നെ നമുക്ക് എടുക്കാം. സെക്യൂരിറ്റി ജോബിന് ആദ്യം വേണ്ടത് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെന്ന്. ഡിഗ്രിയും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ടീമുകളൊക്കെ ഇവിടെ സെക്യൂരിറ്റി ജോബ് ചെയ്യുന്നുണ്ട്. അതിന് വലിയ ഇതൊന്നും വേണ്ട. അവിടെ ഒരു എക്സാം ഉണ്ട്, ഒരു സെക്യൂരിറ്റി ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് ആർക്ക് വേണമെങ്കിലും പാസ്സാകാവുന്ന സിറ്റുവേഷൻ ആയിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോൾ ഇത്തിരി ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ടെന്നാണ് കേട്ടത്. മുമ്പ് 2 ദിവസം കൊണ്ടൊക്കെ ഈ ട്രെയിനിങ് നമുക്ക് പാസ്സായിട്ട് ആ സെക്യൂരിറ്റി ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് ഇങ്ങനെ ഇരിക്കും. ഞാൻ നമ്പറൊന്നും കാണിക്കുന്നില്ല. ഇതാണ് ഓക്കെ, ഇതാണ് നിങ്ങൾ പറഞ്ഞ സെക്യൂരിറ്റി ബാഡ്ജ് കണ്ടല്ലേ. ഇതാണ് നിങ്ങൾ ഈ ലൈസൻസ് ഈ ബാഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് അവിടെ ആണെങ്കിലും വർക്ക് ചെയ്യാം. ബാഡ്ജ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇപ്പോൾ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, അത് പോയിട്ട് 5.8 ഹൈറ്റ് ഉണ്ടാവണം, 60 കിലോ വെയിറ്റ് ഉണ്ടാവണം, അത് പോയിട്ട് നല്ല ബോഡി ഫിറ്റ്നസ് ഉണ്ടാവണം. 50 വയസ്സുള്ള പാകിസ്ഥാനികൾ വരെ ഇന്ന് സെക്യൂരിറ്റി ജോബ് ചെയ്യുന്നുണ്ട്. ഈ സെക്യൂരിറ്റി ജോബ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. Years old, pass an identity check, pass a criminal record check, have the right to work in the UK, and have the appropriate SIA recognized qualification. ഉണ്ടായിരിക്കുക, ഒരു ഐഡന്റിറ്റി പരിശോധനയിൽ വിജയിക്കുക, ഒരു ക്രിമിനൽ റെക്കോർഡ് പരിശോധനയിൽ വിജയിക്കുക, യുകെയിൽ ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുക, ഉചിതമായ സിയ അംഗീകൃത യോഗ്യത ഉണ്ടായിരിക്കുക. പിന്നെ പുള്ളി പറഞ്ഞ എന്താണ്, ബോഡി ഫിറ്റ്നസ് വേണം, 175 സെന്റിമീറ്റർ വേണം, ഡിഗ്രി വേണം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതൊക്കെ ഫുള്ള് ഇപ്പൊ പറഞ്ഞ ഫുള്ള് ഫേക്കാണ്. കുറച്ചും കൂടി 65 വേക്കൻസി ഉള്ളൂ. 2 മാസത്തിനുള്ളിൽ പോകാൻ പറ്റും. ഏകദേശം 3 ലക്ഷത്തോളം സാലറി ഉണ്ട്. ഏകദേശമല്ല, 3 ലക്ഷം പ്ലസ് സാലറി ഉണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ 3 ലക്ഷത്തിലധികം സാലറി ഉണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. 3 ലക്ഷത്തിലധികം സാലറി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരാൾക്ക് 12 മണിക്കൂർ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. 12 മണിക്കൂർ നമ്മൾ എല്ലാ ദിവസവും, ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ 3 ലക്ഷം രൂപ കിട്ടും. എന്നാലും കുറവാണ്. മാക്സിമം പോയി ടാക്സ് എല്ലാം കഴിഞ്ഞിട്ടൊരു 2200 പൗണ്ട് കഷ്ടിച്ച് കിട്ടിയായി. 2200 അല്ലെങ്കിൽ 300 അത്രേ ഉള്ളൂ. അതിൽ നമുക്ക് പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ തന്നെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഫ്യൂജി ഹോമിലാണ് ഞാൻ വർക്ക് ചെയ്ത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത്. എനിക്ക് പോലും കിട്ടിയത് 2500-600 വരെയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത് കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഡയറക്റ്റ് ഓഫീസിൽ വരിക. ഓക്കെ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ. ഓക്കെ, അത് പോയിട്ട് വിളിക്കേണ്ട സമയം എന്ന് വെച്ചാൽ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണിക്കകത്തായിരിക്കും. 3 ലക്ഷം പ്ലസ് സാലറി ഉണ്ടെന്ന്. അപ്പൊ തന്നെ കീറിയല്ലോ, അത് ഫേക്ക് ആണെന്ന് മനസ്സിലായി. പിന്നെ സെക്യൂരിറ്റിക്ക് പല വെറൈറ്റിയിലുള്ള യൂണിഫോംസ് ഉണ്ടാവും. ഇത് അതിൽപ്പെട്ടൊരു യൂണിഫോമാണ്. ഇത് സെക്യൂരിറ്റിയുടെ ഒരു യൂണിഫോമാണ്. ഞാനിപ്പോൾ സെക്യൂരിറ്റി ജോബ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയിൽ തന്നെയാണ് ഞാൻ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. കമ്പനി എന്ന് പറഞ്ഞാൽ ജോബ് പ്രൊവൈഡർ ആയിട്ടുള്ള. അപ്പോൾ ഒരു മലയാളി ഏജൻസി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് 65 എന്താ പറയുക, ഇപ്പോൾ അവിടെ പോലും ജോബ് കുറവാണ്. 65 ആൾക്കാരെ വേക്കൻസി ഉണ്ട്, നിങ്ങൾ വേഗം കയറി വരും എന്നൊക്കെ പറയുമ്പോൾ നല്ല 1-ാം തരം തട്ടിപ്പാണെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. മാരകമായ രീതിയിലുള്ള തട്ടിപ്പിന്റെ ഒരു മാരക വെർഷൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഐറ്റമാണ് ഇപ്പൊ കണ്ടത്. ഞാൻ പല തരത്തിലുള്ള തട്ടിപ്പ്, വിസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ള തട്ടിപ്പ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സെക്യൂരിറ്റി ലൈസൻസിന്റെ പേരിൽ ഈ കാണുന്ന ഒരു ലൈസൻസിന്റെ പേരിൽ നടക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള സ്കാമാണിത്. അപ്പോൾ നിങ്ങളിതിലൊന്നും പോയി പെടാതിരിക്കുക. ഈ ലൈസൻസ് ഉണ്ട് എന്ന് വെച്ച കാര്യമില്ല. ലൈസൻസ് ഉള്ള ഒരുപാട് മലയാളികളുണ്ട്, അവർക്കൊന്നും ജോബില്ല.
ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ഥലത്തും ഈ സെക്യൂരിറ്റി ജോബ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനികളുടെ ഒരു കുത്തകയാണ്. കാരണം എല്ലാ സ്ഥലത്തും ഈ പാകിസ്ഥാനികളും ബാക്കി റൊമേനിയൻസും ഇങ്ങനെയൊക്കെയാണ് സെക്യൂരിറ്റി ജോബിന് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ തട്ടിപ്പ് വീഡിയോകളിൽ പെട്ട് ഇവർക്ക് കാശ് കൊടുത്ത് ഇതിന് താഴത്തുള്ള കമൻറ്റുകൾ അതിലും വലിയ കോമഡിയാണ്. ഞാൻ കുറച്ച് കമൻറ്റ്സ് ഒക്കെ വായിക്കാം. കമൻറ്റ്സ് വായിക്കാൻ ഞാൻ വീഡിയോ ഇതിലാണ്, ഇപ്പോൾ കമൻറ്റ്സ് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിലുള്ള കമൻറ്റുകൾ ഞാൻ മുമ്പ് ഇതിൽ കണ്ടിട്ടുള്ള കമൻറ്റുകൾ, അതായത് കോള് വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താടാ വിളിച്ചിട്ട് എടുക്കാത്ത, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനു വേണ്ടി ഈ ജോബിന് എങ്ങനെയെങ്കിലും UK എത്തിയാൽ മതി എന്ന് വിചാരിക്കുന്ന മലയാളികളാണ് ഭൂരിപക്ഷവും. പക്ഷേ കാശ് കൊടുത്ത് മൂഞ്ചാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ മൂഞ്ചിയാൽ പിന്നെ നല്ല ഒന്നൊന്നര മൂഞ്ചലായിരിക്കും. ആ കാശും കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഇനി 3 ലക്ഷമൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതെ. 3 ലക്ഷം മാക്സിമം പോയ ഒരു 2,400 300 വരെയൊക്കെ കിട്ടും. ആഴ്ചയിൽ എല്ലാ ദിവസവും 12 മണിക്കൂർ വെച്ച് പണിയെടുത്താൽ അതിൽ ടാക്സ് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു ഇൻഫർമേഷൻസ് ഒക്കെ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. താങ്ക് യു. അപ്പോൾ സെക്യൂരിറ്റി ജോബ് വേണ്ടവർ ഉടൻ തന്നെ അണ്ണനെ ബന്ധപ്പെടാതിരിക്കുക. അണ്ണനെ അങ്ങനെ ബന്ധപ്പെട്ടാൽ മൂഞ്ചുന്നതായിരിക്കും കൂടി ഞാൻ പറയുന്നു.